ഇതാ എന്റെ വീട് കേട്ടാ. നീ ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്റെ വീട്ടില്. നല്ല പൊരയാണല്ലോ. ഞാൻ ഇന്നെ കൊറേ ആയി ക്ഷണിക്കണോ വിചാരിക്കുന്നു. വീട് ഇഷ്ടായിനാ? ഇഷ്ടായിന്, നല്ല പൊര. എന്നാ നീ കേറിയിരിക്കും, ഞാൻ ചായ വെക്കട്ടെ വേഗം. ഇവിടെ ആരുമില്ല. എന്റെ അമ്മയുണ്ട്. ഇതാടാ ചായ. ചായയൊന്നും വേണ്ടടി. ഞാൻ കടി എടുത്തിട്ട് വീട്ടിൽ. കടിയൊന്നും വേണ്ട, ഇനി അവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാം. കഴിക്കാണ്ട് പോവാനാ? നീ മിണ്ടായിരുന്നു അവിടെ ഇരിക്കും, മിണ്ടും പറഞ്ഞ് എന്തെങ്കിലും ഇരിക്കുക. ആദ്യമായിട്ട് വന്നതല്ലേ? അല്ല അതെല്ലാം പോട്ടെ, എന്തെല്ലാം ഉണ്ട് വിശേഷം? കൊറേ ആയില്ല എന്നെ കണ്ടിട്ട്. നമുക്കെന്ത് വിശേഷാടി, ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ആരോടപ്പ ഈ സംസാരിക്കുന്നത്? ആരാണേ വന്നേ? അമ്മ എന്റെ കൂട്ടുകാരി വന്നിട്ടാ. എന്തെല്ലാം അമ്മ വിശേഷം? സുഖം തന്നെയാ? എന്ത് പറയാൻ, സുഖം തന്നെ. എന്താണ് ഞാൻ വന്നത് ഇഷ്ടായിട്ടില്ല എന്റെ അമ്മക്ക്? ഈ പൊരക്ക് വന്നോണ്ടാ? അത് എനിക്ക് തോന്നിയതായിരിക്കും. അമ്മ ഇത്രയേരം ഉറങ്ങുന്നല്ലേനു, അതുകൊണ്ടാ. നീ ഇരിക്കാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് വരുന്നേ. എന്തെന്നാന്നമ്മേ ഓളാടെ ഇരിക്കും അന്നെ മാത്രം വിളിക്കുന്നേ? ഓള് വിചാരിക്കൂല ഓളെ കുറിച്ച് കുറ്റം പറയാനാന്ന്. എന്നാ നിങ്ങക്ക് വേണ്ടേ? നീ എന്തും ഭാവിച്ച? നിനക്ക് അറിഞ്ഞൂടെ അന്യജാതിക്കാരെ ഈ വീട്ടിൽ കയറ്റൂലെന്ന്? ഓളൊരു മുസ്ലിം അല്ലേ, ഓളെ ഈ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ? അമ്മ മെല്ലെ പറ, ആ പാവം കേൾക്കൂലേ. എന്തിനാ ഇങ്ങനെ പറയുന്നേ? ആര് കേട്ടാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അന്യ മതസ്ഥർ ഈ വീട്ടിൽ കയറാൻ പാടില്ല. ഇനി എവിടുന്നാ ഞാൻ വെള്ളം കൊണ്ടുവന്ന് ശുദ്ധി കലശം നടത്തുക? ഓള് പോയാ? അമ്മ ഓള് പോയില്ലേ? നമുക്ക് സമാധാനായ? ആ പാവം എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഒരാള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അമ്മ പെരുമാറണ്ടേ? ഇപ്പൊ എന്റെ തലയിലായ കുറ്റോ? എന്റെ വീട്ടിൽ അന്യ മതസ്ഥര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പണ്ടേ എനിക്ക് അറിയാലോ. പിന്നെ നീ അറിഞ്ഞുകൊണ്ട് ഓളെ ഇവിടെ കയറ്റേണ്ട ആവശ്യമുണ്ടോ? എന്നാ പിന്നെ ഓരോ വീട്ടിൽ അന്നെ കേട്ടാൻ നിൽക്കണ്ടേ? ഓരോ ഉമ്മ എനക്ക് പോയി കഴിഞ്ഞാൽ മേഡം എന്തെല്ലാം കുടിക്കാൻ വരെ തരൂന്നാ? നിങ്ങളെ പോലത്തെ ഉണ്ടാ ഒരമ്മ ഇങ്ങനെ പെരുമാറുന്നേ? എന്റെ നിലപാട് ഇങ്ങനെയാ. നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ ചെയ്യും. ഓള എവിടെ എത്തിയായിരിക്കൂ? എന്നാലും ഓള എന്താ വിചാരിക്ക അന്നെ കൊണ്ട്? നല്ലൊരു കൂട്ടുകാരിയാ നീ. കൊമ്മേനച്ചില്ല എന്തെല്ലാം നരകപ്പാടാ. എടാ നീ പോവല്ലണേ. എന്റെ അമ്മ അങ്ങനെയാണേ, ഒരാള് വരുന്ന ഇഷ്ടല്ല. അത് നീയെന്നില്ല, വേറെ ഏതെങ്കിലും മതത്തിലുള്ളവര് വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മന്റെ പെരുമാറ്റം അങ്ങനെയാ. എന്നോട് പണങ്ങല്ലേ. സാരമില്ലടാ, അനക്ക് ഒരു വിഷമവും ഇല്ല. അനക്ക് നിന്നും അറിയാം, നിനക്ക് അന്നും അറിയാം. നമുക്ക് എവിടെ വെച്ചായാലും കണ്ടൂടെ? പോട്ടെ, നമുക്ക് പിന്നെ കാണാം. ഹലോ ഏച്ചി, നിങ്ങളൊരു കാര്യം അറിഞ്ഞിനാ? നമ്മളെ അച്ഛനൊരു ആക്സിഡന്റ് പറ്റി. പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ അച്ഛനെന്നാ പറ്റിയേ? ദൈവമേ, അച്ഛനോട് ഞാൻ എപ്പം പറയും ഒറ്റക്കേടിയും പോകരുത് എന്ന്. ഒന്നാമത് 2 വട്ടം അറ്റാക്ക് വന്നിയല്ലേ. ഏച്ചി ടെൻഷൻ അടിക്കണ്ട. ആ ബീരാങ്ക കണ്ടോണ്ട് അച്ഛൻ രക്ഷപ്പെട്ടെ. അച്ഛൻ കുഴഞ്ഞു വീണേന്ന് റോഡില്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവര് ഹോസ്പിറ്റലാക്കീന്. ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്ന ഏച്ചിനെ വിളിച്ച് പറഞ്ഞതാ. പറ്റുമെങ്കിലൊന്ന് വാട്ടാ ഹോസ്പിറ്റലില്. അതെയാ മോളെ, വീരാൻക കണ്ടോണ്ടാ രക്ഷപ്പെട്ടെ? ഞാൻ വേഗം വരാം മോളെ. ഞാൻ മോളോട് പറയട്ടെ, എന്നിട്ട് ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് വരാം. എന്നാ ശരിയേ. ഷോ, ആകെ ടെൻഷനായി പോയല്ലോ. എന്റെ അച്ഛനൊന്നും പറ്റാത്ത ഭാഗ്യം. മോളെ ഒന്നാടെ നിന്നാ. മോളെ, അച്ചാച്ചനുണ്ട് പോലും പീടിയെ പോയിട്ട് വരുമ്പോ തലകറങ്ങി വീണിട്ട്. എന്നിട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നമ്മുടെ വീരാൻക കണ്ടുകൊണ്ട് രക്ഷപ്പെട്ട്. ഓറ് CPR എല്ലാം കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞമ്മക്കൊന്ന് അച്ചാച്ചനെ കാണാൻ പോണം. നീ വാ, വേറെ റെഡിയാകും. അമ്മയെ റെഡിയാകട്ട്. അമ്മ ഒന്നും തോന്നല്ലേ. അച്ചാച്ചന് പറ്റിയതെല്ലാം എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അച്ചാച്ചനെ രക്ഷിക്കാൻ നമ്മളെ വീരാൻക വന്നില്ലമ്മേ. ആ വീരാൻക ആരാ? മുസ്ലിം അല്ലേ? അപ്പൊ രക്ഷിക്കാൻ ആൾക്കാർ വരുന്നതിന് നമുക്ക് ഒരു കുഴപ്പമില്ല. വീട് എന്റെ ചങ്ങാഴ്ചി വന്നേനെ നിങ്ങൾക്ക് പ്രശ്നമായേ. അച്ചാച്ചനെ ഇപ്പൊ കാണാൻ പോണ്ടി വന്നത് തന്നെ ആ ബീരാൻക കൂടെ ഉള്ളോണ്ടല്ലേ. എല്ലാ അച്ചാച്ചനെ നമ്മളിപ്പോ ഈ കോലത്തിൽ അമ്മയെ കാണേണ്ടി വരുക? അമ്മേ, ആരും വില കുറച്ച് കാണാൻ പറ്റില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഏത് ജാതിക്കാരാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല.
അമ്മേ, എല്ലാ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരേ രക്താന്ന്. അമ്മേന്റെ ചിന്താഗതി മാറ്റേണ്ട സമയമായി. അമ്മയിൽ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? ഇനിയെങ്കിലും മാറമ്മേ.